ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇന്ന് നമുക്ക് കിട്ടിയത് ചൂരമീനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുറിക്കലൊന്നും വശമില്ലാത്തതുകൊണ്ട് നമ്മൾ മീൻ വാങ്ങിച്ച ചേട്ടനെ കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ മീനിനൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ മൂർച്ചയുള്ള കത്തിയൊന്നും നമ്മുടെ വീട്ടിലില്ലാത്തത് കൊണ്ട് അവരെ കൊണ്ട് തന്നെ മുറിച്ച്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വൃത്തിയാക്കി നമുക്ക് തന്നിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ചൂരമീനിൻ്റെ തൊലി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നീളത്തിൽ ഇതുപോലെ നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് മീൻ കഷ്ണങ്ങളെ. നിങ്ങൾക്ക് ദശ കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിൽ മീനച്ചാർ ഇടാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഈ ഒരു മീൻ മുഴുവനൊന്നും അച്ചാർ ഉണ്ടാക്കുന്നില്ല. ഞാൻ 1 കിലോ മീൻ മാത്രമാണ് നിങ്ങൾക്ക് അച്ചാർ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ 1 കിലോ മീൻ ഏകദേശം ചെറിയ ക്യൂബ് കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. മീനച്ചാറിന് നമ്മൾ എപ്പോഴും മീൻ കഷ്ണങ്ങളെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ അച്ചാറിന് ഒരുപാട് വലിയ കഷ്ണങ്ങളാണെങ്കിൽ ഉള്ളിലേക്ക് എരിവും പുളിയൊക്കെ പിടിക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമ്മൾ മീനിനെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളെ വറുത്ത് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഏകദേശം ഒരു 100 ml നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ കഷ്ണങ്ങൾ അടി പിടിക്കാതിരിക്കാനായിട്ടാണ്. ഇനി നമുക്ക് കുറേശ്ശെ ആയിട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങളെ നന്നായിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കണം. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വറുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് ഒത്തിരി നാൾ സൂക്ഷിക്കേണ്ട അച്ചാറായതുകൊണ്ട് തന്നെ ഉൾവശം നന്നായിട്ട് നമുക്ക് വെന്തിരിക്കണം. ഇതുപോലെ കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇനി നമുക്ക് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എണ്ണയിൽ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള പരുവത്തിന് നമ്മുടെ മീൻ കഷ്ണങ്ങൾ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളെ ഒക്കെ നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇതുപോലെ നമ്മുടെ മുഴുവൻ മീനിനെയും ഇതുപോലെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ശരിക്കും അച്ചാറുണ്ടാക്കി തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ബാലൻസുള്ള നമ്മുടെ എണ്ണയെ ഒന്ന് അരിച്ചിട്ട് സെയിം പാത്രത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം ഒരു വലിയ 2 കഷ്ണം ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, അതുപോലെ കുറച്ച് അധികം വെളുത്തുള്ളി, ഞാനിവിടെ ഒരു 3 കുടം നിറയെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, നീളത്തിലരിഞ്ഞത്. ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളക് കൂടെ നമ്മളിതിലിടുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് എരിവ് കൂട്ടിയോ കുറച്ചോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ എരിവില്ലാത്ത പച്ചമുളകാണ് ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനി നമ്മൾ സിമ്മിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടി, മെയിനായിട്ട് നമ്മുടെ അച്ചാറിൽ എന്താണ്, മുളക് പൊടിയാണ്. ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഒത്തിരി കളറൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മുളക് പൊടിയെ. എപ്പോഴും നമ്മൾ പൊടികൾ ഇട്ടുമ്പോൾ സിമ്മിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അച്ചാറിൻ്റെ ടേസ്റ്റേ പറ്റേ മാറിപ്പോവും. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പിലയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏകദേശം 1 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അച്ചാറിൻ്റെ അയവിനനുസരിച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു അളവ് അച്ചാറിലേക്ക് നമുക്ക് ഏകദേശം 1.25 കപ്പ് വെള്ളം വരെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി 1 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണോളം കായം പൊടിയും കൂടെ ചേർത്താൽ അച്ചാറിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ കായപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഇപ്പോൾ ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ മീനച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്ന വിനാഗിരി, ഒരു 5 ടേബിൾ സ്പൂൺ വിനാഗിരി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾ ഒത്തിരി നാളെടുത്ത് വെക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്കിത് ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെ തന്നെ നമ്മുടെ ഈ അച്ചാർ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതാ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ അച്ചാർ കിട്ടിയിട്ടുള്ളത്. കുറച്ചുകൂടെ ലൂസാക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.